വെൽക്കം ബാക്ക് ടു ഹാൻഡ്മേഡ് ബൈ ഹസ്ന. ഇന്നത്തെ വീഡിയോയിൽ യോഗേർട്ടിൻ്റെ കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ കപ്പ്, അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള കപ്പ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പിടി ഇങ്ങനെ അഴിച്ച് മാറ്റുകയാണ്. ഇതൊരു പഴയ ടീഷർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു കപ്പിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ ഹോട്ട് ഗ്ലൂ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കുറച്ചാക്കി കൊടുത്തിട്ട് തുണി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അകത്ത് ഗ്ലൂ ആക്കിയിട്ട് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു തുണി എന്ത് തുണിയായാലും കുഴപ്പമില്ല, ഡിസൈനുള്ള തുണിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള രീതിയിലുള്ള തുണി എടുക്കാം. അപ്പം നമ്മളിത് മുഴുവനായിട്ട് ചുറ്റി എത്തണം. അപ്പം അളവ് കറക്റ്റായി എടുത്തിട്ട് കട്ട് ചെയ്യുക. കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളയാം. ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിന് ഉള്ള സൈസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് ഈ ഒരു കയറാണ്. ഈ ഒരു കയർ ഒരുവിധം കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൂളൻ ത്രെഡ് എടുത്താലും മതി. ഇതിനെ നമുക്ക് ഈ ഒരു പോട്ടിൽ ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം എൻ്റെ ഈ ഒരു കപ്പിന് മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ റൗണ്ട് അതിനുള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, സാധാരണ ചെയ്യുന്ന പോലെ ചുറ്റിയെടുത്താലും മതി. അപ്പം പിന്നെ താഴോട്ട് കുറച്ച് ഗ്യാപ്പായിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിനുള്ളിൽ കയറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചുറ്റുമ്പം ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിൽ ഈ ഒരു റോപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നീറ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ അതേ കയർ കംപ്ലീറ്റായി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കയറിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി പോട്ടിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടാസിൽസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടാസിൽ ഈസി ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ ടാസിലിന് അത്രയും റൗണ്ട് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുക. ഞാനിവിടെ 20 റൗണ്ടാണ് ചുറ്റിയിട്ടുള്ളത്. ഇനി ഒരു സൈഡ് ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസ് വന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതിപ്പം കുറച്ച് നീളത്തിലുള്ള ടാസിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പോട്ട് ചെറുതായതുകൊണ്ട് നമുക്ക് ഇത്രയും ലെങ്ത്തുള്ള ടാസിൽ വേണ്ട. അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കിയിട്ട് ചെറുതാക്കുകയാണ്. അപ്പോൾ ഈ ഒരു മടക്കുള്ള ഭാഗത്തിനി നമ്മൾ ഒരു പീസ് വൂളൻ ത്രെഡും കൂടെ എടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം. ഈ ഒരു കെട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നൂലിനെ നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ടാസിലിൻ്റെ താഴെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മളൊന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് കുറച്ച് നൂലിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നിൽക്കണേ, അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് ഈവൺ ആക്കി കൊടുക്കുക. നമ്മൾ പോംപോമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എത്ര ടാസിൽസ് വേണോ അത്രയും ടാസിൽസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കളറിലാണ് ചെയ്തിട്ടുള്ളത്, ഒരു റെഡും ഒരു പിങ്കും. വീഡിയോയിൽ കളറ് വ്യത്യാസം അത്ര കണ്ട് മനസ്സിലാവണില്ല. ഇനി ഹോട്ട് ഗ്ലൂ ജസ്റ്റ് പോട്ടിൽ നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഓൾട്ടർനേറ്റ് കളേഴ്സിൽ ഒരു റെഡ് ഒരു പിങ്ക് അങ്ങനെ മാറി മാറിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ യോഗർട്ട് കപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെടി വെക്കാനായിട്ട് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഒക്കെ വെക്കാനായിട്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുക. ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് വേറൊരു പോട്ട് ഇതിലോട്ട് ഇറക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.